റോബിനെ കുറെ അവാർഡ് ഇൻഫ്ലുവൻസേഴ്സിന് പേരില് നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കുറെ പ്രൈവറ്റ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അവാർഡ് കിട്ടുന്നതാണ് ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു അവാർഡ് അതൊരു ആ ചോദ്യത്തിനെ ഒരു ഗംഭീര പരിപാടി, ഒരു കിക്കിന്റെ അല്ലെ ഒരു ഗ്രാൻഡ് മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? പുതിയ കുറച്ച് മെമ്പർഷിപ്പ് കൂടി ഇന്ന് അല്ലെ ജോയിൻ ചെയ്ത് പുതിയ ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു പരിപാടി? എങ്ങനെയുണ്ട്? പരിപാടി അടിപൊളി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സന്തോഷം. സംബന്ധിച്ചിടത്തോളം 1000-ൽ കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും പെൻഡിങ് ആയിട്ട് പ്രിസൈസ്ലി പറഞ്ഞാൽ 600-700 കറക്റ്റ് പറഞ്ഞു. അല്ല, നമ്മള് അതായത് പ്രോപ്പർ ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾക്കാർ 600 പേരോ 500 പേരോ ഉണ്ടാവും. അതല്ലാതെ ചില അവര് 10,000 5,000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ 1000-ൽ കൂടുതൽ 1000-ൽ കൂടുതൽ മെമ്പർഷിപ്പ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തുള്ളത് 117 ആൾക്കാർക്ക്. ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ല, വരുന്ന ആളുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവാനുള്ള. വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് സംഘടനയോട് പൊരുത്തപ്പെട്ടു പോകും. സംഘടനയോട് പൊരുത്തപ്പെട്ടു പോകില്ല എന്ന് തോന്നിയ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്, 3 ദിവസം പുറത്താക്കിയത്. വയനാടൻ ബ്ലോഗർ, ഞാൻ പേര് പറഞ്ഞിട്ടില്ല, മല്ലു ഫുഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മൾ പരസ്യം കൊടുത്തത് ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് നമുക്ക് പേര് പറയുന്ന പ്രശ്നമല്ല. അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾ അവരുടെ പൈസ അടക്കം റിട്ടേൺ കൊടുത്തു. നമുക്ക് പൈസ റിട്ടേൺ കൊടുക്കാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അക്കൗണ്ടിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അവരുടെ പൈസ അടക്കം റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു. അവർ വലിയ തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവരോട് ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞു, അവരത് കേട്ടില്ല. ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന വിഷയം എന്താ? അതിലേതെങ്കിലും ഒരുത്തന് വീഴും, അതിലേതെങ്കിലും ഒരുത്തൻ വീണിട്ട് അവന്റെ പൈസ പോകും. ഇവര് പൈസ കൊടുക്കും, ഈ ബ്ലോഗർമാർ റിട്ടേൺ പൈസ കൊടുക്കും? ഇല്ല. നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോൾ സംഘടനയെ ബാധിക്കും. അവരോട് മര്യാദയ്ക്ക് പറഞ്ഞു വിശദീകരണം താന്ന് പറഞ്ഞിട്ട് സായി ഒരു ലെറ്റർ എഴുതിട്ട് അയച്ചു. വിശദീകരണം മാത്രമല്ല ആ ആപ്പിന്റെ ലീഗൽ വശങ്ങൾ ലൈസൻസ് അടക്കമുള്ളത്. അവര് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായി. ഞങ്ങൾക്ക് ബേസിക്കലി കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്കങ്ങനെ സൊസൈറ്റിക്ക് മോശം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതിനിപ്പോ നമ്പർ കുറഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണി ബ്ലോഗ് നിങ്ങളുടെ മെമ്പർ, അതെ, ഉണ്ണി ബ്ലോഗർക്കെതിരെ ഒരു 2 ദിവസം മുമ്പ് വിഷയം, അത് നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചായിരുന്നു? കേസ് സായിക്കുന്നതിന് മുന്നേ ഉണ്ണിമോഹനെതിരെ ഒരു ഇഷ്യൂ വന്നത് ഞാൻ തന്നെ ഭയങ്കര ഒരു കാര്യമായിരുന്നു. ഉണ്ണി ബ്ലോഗ് പേഴ്സണലി കിക്കിനോട് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് കേസ് എടുക്കാൻ സംഘടന സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് സഹായിക്കും. ഇന്ത്യൻ നിയമപ്രകാരം ആദ്യമായി ഇൻഡിവിജ്വൽ എന്തായാലും കേസ് കൊടുക്കും, അതിനുശേഷം സംഘടന ഒപ്പം കൂടി കൊടുക്കും, സംഘടനയും പോകും. ഉണ്ണി അത് പേഴ്സണലി ഇല്ലാതെ പറഞ്ഞ് ഡ്രോപ്പ് ചെയ്തു ഞങ്ങളോട്. നാളുകളിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇതേപോലെ ഒരു അവസ്ഥ നേരിട്ട് അയാൾ പേഴ്സണലി കൊടുക്കാൻ റെഡിയായ 100% പിന്തുണയ്ക്കും. മെറിറ്റും എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്നുള്ളത് നോക്കിയിട്ട്. ഈ സംഭവം നടന്നപ്പോൾ ഉണ്ണിയെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ ഉണ്ണിയോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്തു തരേണ്ടത്. നമുക്ക് പോലീസ് കമ്മീഷണർ എടുത്ത് പോവാം, ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാം, എന്താ വേണ്ടത് ചെയ്തു തരാന്ന്. ഉണ്ണി പറഞ്ഞത് എനിക്ക് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോ അതിലുണ്ണി തൃപ്തനാവുമ്പോ ഒരാൾ വീണ് കിടക്കുകയാണ്, നമ്മൾ പോയിട്ട് കൈപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാള് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ വേണ്ട, അയാൾ എണീക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും, നമ്മളെ സഹായം ആവശ്യമില്ലായിരിക്കും. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരാളുടെ തീരുമാനപ്രകാരം, ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ വരെ. കിക്കിനെതിരെ വന്നു കഴിഞ്ഞാൽ കിക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മള് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃണാൾ വിഷയം. നമ്മള് അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് മൃണാൾ കേസ്. അത് നമ്മള് ആ വിഷയത്തിൽ നമ്മൾ ശക്തമായി പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് പ്രതികരിച്ചത്? വേട്ടയാടിയ ഒരു വിഷയമാണ്, നമുക്ക് അതിൽ നോക്കാൻ വന്നില്ല. പക്ഷെ ഇപ്പൊ മൃണാൾ ആ വിഷയത്തിൽ മാപ്പ് പറഞ്ഞാൽ നമുക്കിപ്പോ വിഷയമില്ല. നമുക്ക് ആ നിലവിൽ മൃണാളിനോട് യാതൊരു തരത്തിലുള്ള വിഷയം, മൃണാളിന്റെ ഫാമിലി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, നമ്മളതിൽ മൃണാളിനെ വിട്ടു, മൃണാളിന് അംഗത്വം കൊടുത്തിട്ട് അയാളോട് നമുക്കിപ്പോ പ്രശ്നമില്ല. പ്രധാന വിഷയം നമ്മൾ ഞാൻ കേട്ട സംഭവം വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുന്നു, നിങ്ങൾ കിക്കിനൊരു സിനിമ ഉടനെ തന്നെ വരുന്നു, 2020 പോലത്തെ ഒരു സിനിമ വരുന്നു, സായി നായകനാവുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമ്മള്. അപ്പം അതിനെ കുറിച്ച് അല്ല, സായി നായകനാകുന്നു എന്നുള്ളത് താങ്കൾ ഏത് സോഴ്സിൽ നിന്നാണ് കേട്ടത്?
ഇന്ത്യയിലെ മാത്രം സ്പെഷ്യൽ. അതെങ്ങനെയാണ് നിങ്ങൾ കേട്ടത്? അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോ നാളെ സായി നായകനായിരിക്കാം, ചിലപ്പോ സായി അതിലെ വില്ലനായിരിക്കാം, ചിലപ്പോ സായി അതിലൊരു ഗസ്റ്റ് റോൾ ആയിരിക്കാം, ചിലപ്പോ സായിക്ക് അതിൽ റോളേ ഉണ്ടാവില്ലായിരിക്കാം. എന്ത് സംഭവിച്ചേക്കാം. ഐബ്രോ ഇപ്പൊ തുടക്കകാലത്ത് കുറെ റീൽസ് ഇതേപോലെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആഗ്രഹമില്ല ചെയ്യാൻ. ഇല്ലടാ, അന്ന് എനിക്ക് പറഞ്ഞൊരു ആരും ഉണ്ടായില്ല. ഇപ്പൊ എനിക്ക് മറ്റേ ട്രോളന്മാര് പറഞ്ഞു. അല്ല അതെന്താ അങ്ങനെയല്ല. ഇപ്പൊ 2017 18 എന്റെ ഒക്കെ വാർത്ത കണ്ടു കഴിഞ്ഞാലില്ലേ അടിച്ചു ഓടിക്കും. നമുക്ക് ചില ആക്സസിന്റെ ഒക്കെ ഭയങ്കര പ്രോബ്ലം ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പല ആൾക്ക് പല നമ്മൾ വരുന്ന വഴികളാണ്. എന്താ പറയുക, പണ്ടിന്റെ ആഗ്രഹം മറ്റേ ട്രെയിൻ ഓടിക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ആനപ്പാപ്പവനെ വന്നു, ബസ് ഡ്രൈവർ ആവുന്നു, ലാസ്റ്റ് കാറിൽ ജനത സാധിച്ചെന്നല്ലോ അല്ലേ. ഈ കാണാത്ത ഗ്രഹങ്ങളുണ്ടോ എല്ലായിടത്തും എത്തിച്ചേരും. അതല്ല, ഈ സിനിമ ഉടനെ തന്നെ ഉണ്ടാവുമോ? അതാണ് ഇപ്പൊ നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തു ചാടുന്ന പരിപാടിയല്ല. ഇതൊരു സിനിമ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ പറഞ്ഞു കറക്റ്റ് കഥ, സിറ്റുവേഷൻ, മാർക്കറ്റ് വാല്യൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. അത് അനൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. വ്യക്തമായ പ്ലാൻ എന്തായാലും സിനിമ മാത്രമല്ല പ്ലാറ്റ്ഫോം ചാനൽ അങ്ങനെ നോക്കിയാണ്. കാർത്തിക് സൂര്യ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കാർത്തിക് സൂര്യ അല്ല അങ്ങനത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അത് പറഞ്ഞു. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ടോപ്പ് ക്രിയേറ്റേഴ്സിനോടൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. അബാദിലെ പരിപാടിക്ക് മുൻപ് വരെ അബാദിലെ പരിപാടി നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇതാണ് ഇനി നിങ്ങൾ വന്നോ, മനസ്സിലായോ? ഇവിടെ ടോപ്പ് ലോ അതൊന്നും ഇല്ല. ഒരു പരിപാടി വെച്ച് കാണിച്ചു കൊടുത്തു, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു, ഫൈൻ വെച്ചു. നമ്മള് വിശ്വാസം അല്ല, അവരിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് സംഘടനയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സമീപിക്കും. അത് വേറെ കാര്യമാണ്. അല്ല നമ്മൾ പോയിട്ട് ഇനി എന്തിനാ പറയുന്നത്, നമ്മളിപ്പോ അത്യാവശ്യം പ്ലാറ്റ്ഫോമിലുണ്ട്. അല്ല, ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത് നമ്മുടെ അഖിൽമാരാ, റോബിൻ, ഇവരുടെയൊക്കെ എങ്ങനെയാണ് ഒരു സമീപനം? അവര് വന്നു കഴിഞ്ഞാൽ റോബിനൊരു കൊല്ലമായിട്ട് കണ്ടന്റ് ഇട്ടില്ല. റോബിനപ്പോ നമുക്ക് ഈ നമ്മുടെ ക്രൈറ്റീരിയ വെച്ചാൽ ഒരു കൊല്ലം ഇട്ട് കഴിഞ്ഞാൽ അഖിൽ മാരാണ് സിനിമ പ്രൊഡ്യൂസറാണ്, റെക്കഗ്നൈസ്ഡ് പ്രൊഡ്യൂസറാണ്. അയാൾ വേറെ അമ്മയിലേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ അദ്ദേഹം നമ്മളെ സമീപിക്കാണ് അംഗത്വമാണോ കൊടുക്കാൻ. ഇതെന്താ പറയുക, ഇവര് ചോദിച്ചില്ലേ ഒരു സീൻ എനിവൻ ക്യാൻ ബി എ കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ, മനസ്സിലായോ? നാളെ വന്നിട്ടിപ്പോ നമ്മളെ പിണറായി സഖാവ് പറയുന്നു എനിക്ക് പേജുണ്ട്, എനിക്ക് ഇത്ര വലിയ ഫോളോവേഴ്സ് ഉണ്ട്, മോദിജി വന്നു എനിക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അല്ല അങ്ങനെയല്ല, റോബിനൊക്കെ കുറെ അവാർഡ് ഇൻഫ്ലുവൻസേഴ്സിന് പേരില് നല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറെ പ്രൈവറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അവാർഡ് കിട്ടുന്നതാണ് ഒരു ഇൻഫ്ലുവൻസറിന്റെ ക്രൈറ്റീരിയ, അതോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് വീഡിയോസും കണ്ടന്റും ഇടുന്ന ആണോ? എന്താണ് വാട്ട് ഈസ് ആൻ ഇൻഫ്ലുവൻസർ? അല്ല, അവാർഡ് കൊടുക്കുന്നവര് വിഡ്ഢികളായിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഒറ്റ സെക്കൻഡ് ഏതൊക്കെ അവാർഡാണ് കൊടുത്തത്? അല്ല, അവാർഡ് കൊടുത്തതും കേട്ടില്ല, പേരൊന്നും എനിക്ക് ഒരു കാര്യം സെർച്ച് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ച വെരി ക്ലിയർ ക്വസ്റ്റ്യൻ, ഏത് ഇൻഫ്ലുവൻസർ ആണ് ഏത് അവാർഡാണ് കൊടുത്തത്, ഏത് കമ്മിറ്റിയാണ് കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ പറയുന്നത് റിലയൻസ് ആണ് കൊടുത്തത്, ഞാൻ പറയും ഓക്കെ റിലയൻസ് കൊള്ളാം. നീ ഒന്നും പറയാതെ എയർന്നെടുത്തിട്ട് റോബിന് ഇൻഫ്ലുവൻസർ അവാർഡ് കിട്ടി അല്ല അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുത്തരം പറയും? അവിടെ ഒരു കാര്യം പറ, ഒരു അവാർഡ് അതൊരു ആ ചോദ്യത്തിനെ എന്റെ പൊന്നു ബ്രദർ. അല്ല ഇതെന്താ പറയുക, എനിക്ക് ഇതാ പറയാം, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ പേര് ഡ്രാഗ് ചെയ്യുന്നതിന് ഒരു താല്പര്യമില്ല. ബിക്കോസ് നമ്മൾ വലിച്ചിടുമ്പോഴാണ് അയാൾക്ക് റീച്ച് അല്ല, നമ്മൾ പറയുമ്പോൾ വീണ്ടും അങ്ങേര് വീണ്ടും പറയും. എനിക്ക് അതിനോട് താല്പര്യമില്ല. നമുക്ക് അപേക്ഷ ഞങ്ങളത് പരിശോധിക്കും. നമ്മളെ ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ, ഒരു വർഷം ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ സുഖമാണ് അയാൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത്, മനസ്സിലായോ? അത് ആര് വന്നാലും, റോബിൻ വന്നാലും ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് ഉള്ളിൽ കയറ്റി വിടും, ആരാട് വന്നാലും കയറ്റി വിടും, ആര് വന്നാലും നമ്മൾ അങ്ങനെ എടുക്കും. ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല. അതല്ലാതെ അതെന്താ പ്രശ്നം അറിയോ, ഇരിക്കുന്ന സീക്രട്ട് ഏജന്റ് ചോദ്യം റോബിന്റെയും അഖിൽമാരാരുടെ നമ്മൾ റീച്ചാണ്. ഗെയിം മനസ്സിലാവും. നമ്മൾ ഈ മേഖലകളിലൊന്നും കടന്നു വരാത്ത ആൾക്കാരാണ്. ഇത് ഞാനൊന്നും റിയാക്ട് ചെയ്യുന്നത്. ഇതെന്താ കളി അറിയോ, ഇന്ന് രാത്രി മറ്റേ അഖിൽ മെസ്സേജ് അയക്കും, ഞാൻ സാധനം അയച്ചത് റോബിന് ഞാൻ മെസ്സേജ് അയക്കും. ഇതിന്റെ ഗെയിം അങ്ങനെയാണ്. അങ്ങനെ ഒരു ഡീലെല്ലാം ഉണ്ട്. പുറത്ത് വരുന്ന വലത്തുനിന്ന്
ജനറൽ സെക്രട്ടറിയുടെ ഡീലുകൾ അല്ല അങ്ങനെയല്ല സപ്പോർട്ട്